അസ്സലാമു അലൈക്കും. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. മസ്നഗുഡി വഴി ഊട്ടി പോയിട്ടുണ്ടായിന്. അപ്പം അതിൻ്റെ വീഡിയോ ഒന്ന് ഇടാമെന്ന് വിചാരിച്ച്. മസ്നഗുഡി വഴി ഊട്ടി പോക്കൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ. ഊട്ടി പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിൽ തന്നെ പോകാൻ നോക്കുക. ഇത് നമ്മളെ കൂടെ കൊയിലാണ്ടിയിലെ ഒരു ഫാമിലിയും കൂടി വരാനുണ്ടായിന്. അപ്പം അവർ കുറ്റ്യാടി നിൽക്കുന്നതാണ് പറഞ്ഞത്. അപ്പം നമ്മൾ കുറ്റ്യാടി ചുരം കയറിയിട്ടാണ് പോയത്. അതിലേ പോകുമ്പോഴും രണ്ട് ഭാഗം നല്ല വ്യൂ ആണ്. നമുക്ക് കുറ്റ്യാടി എത്തുമ്പോൾ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. കുറ്റ്യാടി കഴിഞ്ഞ ഉടനെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പം റെസ്റ്റോറൻറ്റിൽ കയറിയൊക്കെ അതിൻ്റെ ചുറ്റോട് നല്ല വ്യൂ ഉണ്ടായിരുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഓർഡർ ചെയ്ത് അതൊക്കെ ഒന്ന് കണ്ട് ഇവിടുന്ന് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോഴേക്ക് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പുറപ്പെട്ട് പിന്നെ കുറ്റ്യാടി ചുരം കയറി വയനാട് വഴി മുത്തങ്ങ ചെക്ക് പോസ്റ്റിലെത്തി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ ഒന്ന് പുറപ്പെടുമ്പോൾ നമ്മളെ വണ്ടിക്ക് എന്തെങ്കിലും ഫൈനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ മുത്തങ്ങ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്തിയാൽ ആ ഫൈന് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ അപ്പുറത്തേക്ക് വിടുള്ളൂ. നമ്മളങ്ങനെ വിട്ടുപോയിട്ടുണ്ടായിന്. നമ്മളെ ട്രാവലറിന് പിന്നെ എന്തോ ഒരു ചെറിയൊരു ഫൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അടച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളെ അപ്പുറത്തേക്ക് കടത്ത് വിട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ടൈം അങ്ങനെ പോയി കിട്ടി. അങ്ങനെ നമ്മൾ മുത്തങ്ങ ചെക്ക് പോസ്റ്റിലെത്തി. ഇനിയിപ്പം ഇവിടെ ഇവർ എന്താണെന്ന് പറയുക എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് അങ്ങോട്ട് കടത്ത് വിടുക. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ കുറേ സമയം ഇവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിന്. അപ്പം നമുക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ കുറച്ച് മങ്കികളൊക്കെ ഉണ്ട്. അവർക്ക് നമ്മൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ ടൈം പാസ് ചെയ്തു. നമ്മൾ മുത്തങ്ങ കഴിഞ്ഞ് പോകുന്ന വഴി തന്നെ നമുക്ക് കുറച്ച് മൃഗങ്ങളൊക്കെ കാണാൻ പറ്റി. ആന, മാന്, കുരങ്ങ്, മയിൽ അങ്ങനെയുള്ളതെല്ലാം കാണാൻ പറ്റി. പക്ഷെ മസ്നഗുഡിന്ന് നമ്മുടെ മസ്നഗുഡി എത്താൻ വേണ്ടി കുറച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം വൈകുന്നേരം 5 മണിയായി എത്താൻ. അപ്പോൾ 5:30 മുതൽ 6 മണി വരെ അവിടെ ആനക്ക് ഫീഡ് ചെയ്യുന്ന സമയം. ഇത് കണ്ടിട്ട് വേണം നമുക്ക് ഊട്ടിയിലേക്ക് പോകാൻ വേണ്ടി. പിന്നെ രാത്രി 7 മണി കഴിഞ്ഞാൽ ആ വഴി പോകാൻ വിടില്ല. നമ്മൾ 5:30 മണിയാകുമ്പോൾ തന്നെ തേപ്പക്കാട് എലിഫൻറ്റ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയമാകുമ്പോൾ അവർ ഭക്ഷണം കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പം ആദ്യം അവർ ആനക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ എന്തൊക്കെ ചേർക്കുന്ന എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ ഉണ്ടാക്കിയ ഭക്ഷണം വലിയ ഉരുളകളാക്കി എടുത്തിട്ട് ഓരോരുത്തരായിട്ട് ഓരോരോ ആനൻ്റെ വായിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വലിയ ഉരുള ഇതുപോലെ വായിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പേടിയായിരുന്നു. നല്ല മൃഗങ്ങളാട്ടം റോഡിലേക്ക് ഇറങ്ങുമെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ വണ്ടിയിൽ പാട്ടൊക്കെ പാടി നല്ല എൻജോയ് ചെയ്തിട്ടാണ് പോയത്.
നമ്മൾ ഊട്ടി ടൗണിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം രാത്രി 9 മണിയായി. രാവിലെ പുറപ്പെട്ടതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട്. അതിന് പെട്ടെന്ന് റൂമിലെത്തിയിട്ട് കിടന്നുറങ്ങി എഴുന്നേറ്റ് രാവിലെ നമുക്ക് ഊട്ടി കാഴ്ചകൾ കാണാൻ പോവാം. ഇപ്പോൾ രാവിലെ 8 മണിയായിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ പോകുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. അവിടെ രാവിലെ 7 മണിയാകുമ്പോൾ തന്നെ സ്റ്റാർട്ടാവും. അവിടുത്തെ എൻട്രി ടിക്കറ്റിന് വലിയവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയാണ്. അപ്പം നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോകാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്